അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പേരി ചേമ്പും പൂളക്കയും അഥവാ കപ്പ ഉപ്പേരി ചേമ്പ് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ഉപ്പേരി ഉണ്ടാക്കാൻ പോകും. അപ്പോൾ അതിന് പറയല് താളും കൂട്ടാനും അതും കപ്പയും ഉപ്പേരി ചേമ്പ് കേട്ടോ, സാധാ ചേമ്പല്ല ഉപ്പേരി ചേമ്പ്. അപ്പോൾ ഓക്കെ നമുക്ക് തുടങ്ങണേ. അപ്പോൾ ഇതുവരെ നമ്മൾ ഇതിൻ്റെ ഇലയായിരുന്നു കട്ട് ചെയ്തിരുന്നത്. പിന്നെ ഈ സാധനമാണ് അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ തൊലി കളയണം. തോലൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ തൊലിയിരിക്കും. ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കൊക്കെ അടിക്കാനും മറക്കണ്ട കേട്ടോ, വെറുതെ എന്തെങ്കിലും കാണില്ല. അപ്പോൾ ഇത് നമ്മൾ ഉപ്പേരി ചേമ്പാണ്. അതുപോലെ ഇത് ചൊറിയില്ല കേട്ടോ, ചൊറിയുന്ന ചേമ്പ് നമ്മൾ ചെയ്യാറുണ്ട്, ഇത് ചൊറിയാത്ത ചേമ്പ്. അപ്പോൾ നിങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. എപ്പോഴും ആഴ്ചയിൽ ഒരു പ്രാവശ്യങ്ങളും ഇങ്ങനത്തെ ഫുഡ് കഴിക്കണം. അപ്പം ഇനി അടുത്തത് പൂളക്കിഴങ്ങാണ് പൊരിക്കാനുള്ളത്. പൂളക്കിഴങ്ങ് പറഞ്ഞാൽ കപ്പയാണ് കേട്ടോ, കപ്പ. അതിന് അപ്പോൾ ഗൈസ് നമ്മുടെ നാട്ടിൽ ഇതിന് പൂളക്കിഴങ്ങ് എന്നാണ് പറയല്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുക എന്നുള്ളത് പറയട്ടെ. അതേപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ ഇതിന് ചേമ്പ് എന്നാണ് പറയല്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് ചേമ്പിൻ്റെ തണ്ടാണ്, ചേമ്പിൻ തണ്ട് എന്നാണ് നമ്മുടെ നാട്ടിൽ പറയല്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുക, ഇതിന് പൂളക്കിഴങ്ങ് എന്ന് പറയും. പിന്നെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കട്ടോ. അപ്പോൾ പിന്നെ തൊലിച്ചാണ് പൂളക്കിഴങ്ങ് കട്ട് ചെയ്യണേ. അപ്പം നമുക്ക് മുളക് വേണം. നമ്മൾ പേരയിലുണ്ടായ മുളകാണ് നമ്മൾ ഇതിലിടാൻ പോകുന്നത്. ഇതാണ് നമ്മൾ ചൊറിയുന്ന ചേമ്പ്, ഇതാണ് ചൊറിയുന്ന ചേമ്പ്. മുളക് കാണിച്ചതാണ്, അത് ഈ മുളകാണ് നമ്മൾ നല്ലാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ വീട്ടിലെ അബിയുവിൻ്റെ മരം. ഇതാണ് അബിയു. പക്ഷെ ഉണ്ടായിരുന്നു, കൊഴിഞ്ഞു പോയതാണ്, കായ്ച്ചിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ചതച്ചിട്ട്, ഇതൊക്കെ ഇതിൻ്റെ രസം കേട്ടോ, ഇതൊക്കെ ഫുള്ള് നാച്ചുറലാണ്, എല്ലാം നമ്മളെ പറമ്പിൽ കേട്ടോ. കംപ്ലീറ്റ് നാച്ചുറൽ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇടുന്നുണ്ട്. ഗ്യാസിൻ്റെ പ്രശ്നത്തിനൊക്കെ ഏറ്റവും ബെറ്റർ സാധനമാണ് വെളുത്തുള്ളി. പിന്നെ നമ്മൾ ഇതിലേക്ക് ചെറിയ ഉള്ളിയും ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ ചതച്ചിട്ടാണ് കട്ടയ്ക്കണം. അപ്പോൾ ഇഞ്ചും വെളുത്തുള്ളി നമ്മൾ ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോവാണ്. കുറച്ച് ഉപ്പ്, ഇതിൻ്റെ അത് താവട്ടോ, ഇത്രക്കാവും വെന്ത് വരുമ്പോൾ. അത് കഞ്ഞിവെള്ളമാണ്. മൂന്ന് വിസിലായതിന് ശേഷം നമ്മൾ എണ്ണയിൽ ഇത് കടുകിട്ടിട്ട് വറവിടും. ഓക്കെ, അത് നമ്മൾ സാധനമായിട്ടുണ്ട്. അത് ഒന്ന് ഇങ്ങനെ ഉടച്ചു കൊടുക്കണം. ചിക്കൻ കറി വലിയൊരു പച്ചക്കറി അതൊന്നും പരിപാടി. അതൊക്കെ ആൾക്കാർക്ക് അറിയില്ല. ഇതെന്താ കടുകണ്ടോ ഞങ്ങളുടെ വെളുപ്പിൻ്റെ മിക്സിയിലാണ്. അപ്പം ഇനി ഇതൊരു ബ്രൗൺ കളറാവും. അപ്പോൾ നമ്മൾ ബ്രൗൺ കളറായതിന് ശേഷം നമ്മൾ നേരെ നമ്മളെ ഉപ്പേരിക്ക് തളകൂട്ടാനൊക്കെ എല്ലാം അതിന് ശേഷം കാണട്ടാം. അപ്പോൾ നമ്മൾ ഈ സാധനമായിട്ടുണ്ട്.
അപ്പം ഇനി നമുക്ക് ഇത് കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഫുഡ്. ചിക്കൻ കറി ഫുഡ് കൂടെ നമ്മൾ സ്പെഷ്യൽ എന്നൊന്നും പറയാനില്ല, സാധാരണ നോർമലാണ്. ഇത് തൈര്, ഇത് നമ്മുടെ ചിക്കൻ കറി, നമ്മുടെ പെണ്ണുങ്ങളെ സ്പെഷ്യൽ. ഇതാണ് നമ്മളെ ഇന്നത്തെ താരം. ഇതാണ് സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ കഴിച്ചോട്ടെ.